താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പിൽ നിന്നും മോഹൻലാൽ പിന്മാറിയിട്ടുണ്ട്. അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി തിയോഫിൻ, ഈ മോഹൻലാലിനെ തന്നെ തുടർന്നുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജിൽ നീങ്ങുമെന്നായിരുന്നു സൂചനകളൊക്കെ ലഭിച്ചത്. ഇത് അട്ടിമറിച്ച് വോട്ടെടുപ്പിലേക്ക് പോകുന്നത് ഏത് സാഹചര്യത്തിലാണ്? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി, അതിൽ ഓരോ ചുമതല വഹിച്ചിരുന്നവർ ആ അഡ്ഹോക് കമ്മിറ്റിയെ തന്നെ നിലനിർത്തി, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു തിരഞ്ഞെടുപ്പ് നടക്കാതെ അതിലുണ്ടായിരുന്നവരെ അതാത് ചുമതലകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക, ഒപ്പം സിദ്ദിഖും ഉണ്ണിമുകുന്ദനും രാജിവെച്ച ഒഴിവുകളിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്തുക. ഇത്രയും മാത്രമായിരുന്നു തീരുമാനം. മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇന്ന് നടന്ന യോഗത്തിൽ താരസംഘടനയിലെ അംഗങ്ങളായവരിൽ പകുതി അംഗങ്ങൾ പോലും യോഗത്തിനെത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് യോഗത്തിനെത്തിയിരുന്ന മുഴുവൻ പേരും മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മോഹൻലാൽ അവിടെ പറഞ്ഞത്, ഇന്ന് യോഗത്തിനെത്തിയവരിൽ മുഴുവൻ പേരും ആവശ്യപ്പെട്ടെങ്കിൽ കൂടി താരസംഘടനയിലെ അംഗങ്ങൾ മുഴുവൻ അവിടെ ഇല്ലായിരുന്നു. മുഴുവൻ പേരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് താൻ പ്രസിഡന്റായി തുടരുക എന്ന് മോഹൻലാൽ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ, അത്തരത്തിലൊരു പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന നിർദ്ദേശമാണ് മോഹൻലാൽ മുന്നോട്ട് വെച്ചത്. പലതവണ അംഗങ്ങൾ നിർബന്ധിച്ചെങ്കിൽ കൂടി മോഹൻലാൽ അതിന് തയ്യാറായില്ല. അങ്ങനെ ഒടുവിൽ അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. നിലവിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പുതിയ അംഗങ്ങളെ, അല്ലെങ്കിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്ന നടപടിയിലേക്ക് പോകേണ്ടി വന്നത്. അതായിരുന്നു പ്രധാനമായും ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൻ്റെ അജണ്ട. പക്ഷേ മോഹൻലാൽ പ്രസിഡന്റായി തുടരാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അഡ്ഹോക് കമ്മിറ്റി മോഹൻലാലിൻ്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ചുമതല ഏറ്റെടുക്കാൻ മോഹൻലാലിന്റെ വിയോജിപ്പാണോ ഈ വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്? ഇപ്പോൾ അജിംഷാദ്, തീർച്ചയായും, അതായത് അൺഒഫീഷ്യലായി നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം മോഹൻലാലിൻ്റെ വിയോജിപ്പ് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ കൊച്ചിയിൽ നടന്ന താരസംഘടനാ ജനറൽ ബോഡി യോഗത്തിന് എത്തിയിരുന്നവരിൽ മുഴുവൻ പേരും മോഹൻലാൽ പ്രസിഡന്റായി തുടരണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിൽ കൂടി ഇന്നെത്തിയ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് താരസംഘടനയിലെ മൊത്തം അംഗബലത്തിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അംഗങ്ങളിൽ പകുതി പേരുടെ പോലും പിന്തുണ, അല്ലെങ്കിൽ പകുതി പേർ പോലും യോഗത്തിനെത്തുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ താൻ പ്രസിഡന്റായി തുടരാൻ താല്പര്യപ്പെടുന്നില്ല, അത് വേണ്ട, അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകട്ടെ എന്ന നിർദ്ദേശമാണ് മോഹൻലാൽ മുന്നോട്ട് വെച്ചത്. സംഘടനയിലെ മുഴുവൻ പേരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് താൻ പ്രസിഡന്റായി തുടരുക എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇക്കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ഒടുവിൽ അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോകട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുമായിരുന്നു. അജിംഷാദ, ശരി. തിയോഫിൻ, പ്രസിഡന്റായി തുടരുന്നതിന് മോഹൻലാലിൻ്റെ വിസമ്മതം, ഒടുവിൽ വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് അമ്മയുടെ ഭാരവാഹിത്വത്തിനായി. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.